അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കൂണിൻ്റെ ഫാം തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇതാണ് ഫാമിൻ്റെ ഫ്രണ്ട് ഭാഗം, വിളവെടുപ്പ് റൂം. ഇതൊരു ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ച് കുമ്മായപ്പൊടിയാണ്, ചോക്ക് പൊടി, ഡെറ്റോൾ സ്പ്രേ. ഇത് ഡെറ്റോള്, ബെഡ് ഉണ്ടാക്കുന്ന തട്ട്. ഈ ഓപ്പൺ പാസേജ് ആണ് തട്ടയാക്കിയിരിക്കുന്നത്. പട്ടയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് സ്റ്റാൻഡ് ബിൽഡ് ചെയ്തു. ഇത് തട്ടൊരുക്കിയിരിക്കുന്ന കയർ ഉപയോഗിച്ചാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കൂണിന്റെ ഫാം. നമുക്ക് ഇനി ഫാമിലേക്ക് അതെ, രണ്ടാം നില റൂഫ് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഓട് വെച്ചു. ഇതാണ് നമ്മുടെ ഫാം. ഞങ്ങൾ ഫാമിലേക്ക് വല്ല പോവാണ്. ഇതാണ് നമ്മളെ വണ്ടി. കൂണിൻ്റെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. കൂണ് സപ്ലൈ ചെയ്യാൻ, പൊടി എടുക്കാൻ. അപ്പോൾ ഈ ഫാം നടത്തുന്ന ഇതുപോലെയുള്ള ഒരു വണ്ടി മേടിച്ചാൽ മതി. ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. ഇതാണ് റോഡ്. റോഡിൽ നിന്ന് നമുക്ക് നേരെ രണ്ടാം നിലയിൽ കയറുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലിക പാലമാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാമിലേക്കുള്ള എൻട്രൻസ്. ഫാം തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇതടുത്ത മെയിൻ പാസേജിലേക്ക് കയറുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റൂം, വിളവെടുപ്പ് റൂം. ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇന്നലെ തന്നെ ഏകദേശം എല്ലാം പറിച്ച് സെയിൽ ചെയ്തു. 1.5 കിലോയുടെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമാണ് നമ്മുടെ വിളവെടുപ്പ് റൂം. അതിന് 2 വെന്റിലേഷൻ, 2 ജനൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഫാമിൻ്റെ ഷെഡ് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മുടക്ക് മുതലാവും. 1.5-2 ലക്ഷം രൂപയുടെ മുകളിൽ എങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ചെയ്യണമെങ്കിലാവും. അപ്പോൾ നമുക്ക് കൂൺ കൃഷിയാണ്, ഒരുപാട് നഷ്ടസാധ്യതയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ റൂഫ് ചെയ്തു. അതെങ്ങനെയാണ് വീട് കെട്ടുന്നത് ആ രീതിയിൽ തന്നെ കെട്ടി വെച്ചു. അപ്പോൾ ഭാവിയിലേക്ക് കൂൺ കൃഷിയിലൊരു ബുദ്ധിമുട്ട് വന്നാലും വീടായിട്ട് ഉപയോഗിക്കാം. ഈ റൂമിൽ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്, ഉറി കെട്ടിയിരിക്കുന്നതാണ്. ഇത് ഒന്ന് കയറിൽ ഉറി കെട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് നൈലോൺ വള്ളിയിലാണ് ഇത് ഉറി കെട്ടിയിരിക്കുന്നത്. നൈലോൺ വള്ളി മതി നമുക്ക് തുടക്കക്കാർക്ക്. നമ്മൾ ആദ്യം കെട്ടിയതാണ് അല്ലേ? ആദ്യം കെട്ടി നമ്മൾ ഈ റൂമിൽ ഫുൾ ഇതുപോലെ നൈലോൺ വള്ളിയായിരുന്നു. മഷ്റൂമിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ സെറ്റാക്കി വെക്കുന്നത്. ഇത് നമ്മൾ പൊടി ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുമ്മായപ്പൊടിയാണ്. ഇത് നമ്മൾ ബെഡ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോക്ക് പൊടി. നമ്മുടെ കാൽസ്യം കാർബണേറ്റ് ചോക്ക് പൊടിയുടെ ഏറ്റവും നല്ല ഒരു ഇതാണ്. നമ്മൾ നേരിട്ട് വിത്തിലെ കുറച്ച് കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഡെറ്റോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നാണ് ഉപയോഗിക്കുന്നത്. ഫാം ക്ലീൻ ചെയ്യുന്ന സമയത്തോ പുതിയതായിട്ട് വെക്കുന്ന സമയത്ത് ബെഡിലേക്കൊന്നും നമ്മളത് ചെയ്യലില്ല. പക്ഷെ പ്രാണിയുടെ ശല്യം ഉണ്ടാകുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചെറിയ കട്ടിയിലെ ഡെറ്റോൾ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ കുപ്പി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. കാരണം ഇത് ഡെറ്റോളിന്റെ അംശമുള്ളൂ. ഇത് ഡെറ്റോള് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുപ്പി. ഇതാണ് നമ്മൾ ബെഡിലേക്ക് നേരിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന. അതെ, ഇത് സ്പ്രേ ചെയ്യുന്നതിനുള്ളതാണ്. ഒരു വാട്ടർ ലെവൽ പൈപ്പാണ്. ഇത് നല്ല വെയിൽ വരുന്ന സമയത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ അതായത് കൂണിന്റെ സൈഡ് ഭിത്തിയിൽ ഡ്രിപ്പായിട്ട് വെള്ളം വെക്കുന്നതാണ്. ഇതൊരു കൊതുക് വലയാണ്. ഇത് നമുക്ക് ഏതെങ്കിലും കുറച്ച് ബെഡുകൾ മാറ്റി വെച്ചിട്ട് അത് പ്രാണിശല്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന സമയത്ത് ആ വലയിടാം. അതുപോലെ നമ്മൾ ആവശ്യമുള്ള തുണി. ഇത് നമ്മൾ പോയിക്കുന്ന അതായത് വെളുത്തുള്ളി, കുന്തിരിക്കോ പോയിക്കുന്ന ചട്ടി, അതിൻ്റെ സാധനങ്ങളാണ്. ഇത് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന നെറ്റ്, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മാസ്ക്, ബെഡ് ഉണ്ടാക്കുന്ന തട്ട്, സ്ലാബ് ആക്കിയിരിക്കുന്നത്. ഇതല്ല നമ്മൾ ഈ പാസേജിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിരിക്കുന്ന പ്ലാസ്റ്റിക്, ഡിഷ്, ഇത് നമ്മുടെ റബ്ബർ ബാൻഡ്, ഇത് നമ്മുടെ കൂട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് നമ്മളെ പൊടി അരിക്കുന്ന വലയാണ്. ആ പൊടി എടുക്കുന്ന കൊട്ട, ടാർപ്പായ, ഫിമുഗേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതിന്റെ പാത്രങ്ങൾ, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാമിന്റെ പുറം ഭാഗം. ഈ കൂണിന്റെ ഫാമിൽ നല്ല വായു സഞ്ചാരം വേണം. അപ്പോൾ നമ്മളൊരു ഷെഡ് സംവിധാനം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് നടുക്ക് നമ്മളൊരു പാസേജ് ഇട്ടു. ഇതാണ് നമ്മുടെ പാസേജ്. ഈ പാസേജിന്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ കൂടുതൽ ആവശ്യമുള്ള റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ പാസേജാണ്. ഇതെങ്ങോട്ടാണ് തുറക്കുന്നത്. ഈ ഓപ്പൺ പാസേജിലൂടെ നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ട്. ഇതാ. അപ്പോൾ ഈ പാസേജ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 സെറ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 2 സെറ്റ് നെറ്റ് കവർ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇവിടെയാണ് നമ്മൾ കൂണിന്റെ ബെഡ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ നെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും ബെഡ് കെട്ടുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കെട്ടിവെക്കും. അപ്പോൾ ആ പാസേജിന്റെ അത്രയും ഭാഗം നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് നമ്മൾ പൊടി അരിച്ചിടാനുള്ള സംവിധാനം ആക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ ഒരു
ഒരു റൂം സെറ്റ് ചെയ്തിട്ട് ആ റൂമിലാണ് നമ്മൾ വിളവെടുപ്പ് റൂമായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷെഡ് പണിയുന്ന സമയത്ത് 4 ചുറ്റും ബ്ലോക്ക് ചെയ്ത് റൂം പണിയും. റൂം പണിയുന്ന സമയത്ത് ഈ ഫാമിനുള്ളിലേക്ക് ഒരു കാരണവശാലും എയർ സർക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ നടുക്കൊരു പാസേജ് കൊടുത്തു. ആ പാസേജിന്റെ സൈഡിലെ എല്ലാ റൂമുകളും നെറ്റിട്ടാണ്, ഗ്രീൻ നെറ്റിട്ടാണ് മറിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രാണികളൊന്നും അകത്ത് കയറുന്നില്ല. പക്ഷെ ആ പാസേജിൽ കൂടെ ഉള്ള എയർ സർക്കുലേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ വിളവെടുപ്പ് റൂം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ പാസേജിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇരുട്ട് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വിളവെടുപ്പ് റൂമിൽ നിന്നും 2 വിളവ് നമ്മൾ എടുക്കും. ആ 2 വിളവ് കഴിയുമ്പോൾ അതിൽ നല്ല ബെഡുകളെല്ലാം ഈ റൂമിലേക്ക് മാറ്റി വെക്കും. 2 മാസം കൊണ്ട് വിളവെടുപ്പ് റൂം ഒഴിവായി കിട്ടും. 2 മാസം കഴിയുന്നതോട് കൂടിയിട്ട് ഇതിനകത്ത് വിളവ് കുറയും. അതോടൊപ്പം തന്നെ പ്രാണികളുടെ ശല്യം കുറച്ച് കൂടും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി 2 ആഴ്ച ഇത് അടച്ചിട്ടതിന് ശേഷം നമ്മൾ അടുത്ത ബെഡ് വെക്കും. 18 ദിവസത്തോളം നമ്മൾ ഇരുട്ട് റൂമിൽ വെക്കും. അതിനുശേഷം നേരെ അതെടുത്ത് വിളവെടുപ്പ് റൂമിലേക്ക് മാറ്റും. വിളവെടുപ്പ് റൂമിൽ നമ്മൾ പിന്നീട് 2 മാസം കൂടെ വെക്കുള്ളൂ. 1.5 മാസം 2 മാസം വെക്കും. 2 വിളവ് ലഭിക്കുന്നത് വരെ വിളവെടുപ്പ് റൂമിൽ വെക്കും. അതിനുശേഷം 3ാമത്തതിനായിട്ട് അടുത്ത റൂമിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് ഉള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. വേഗത്തിൽ തന്നെ അടുത്ത സെറ്റ് വെക്കാൻ കഴിയും. ആദ്യമായിട്ട് നമ്മളാക്കിയിരിക്കുന്ന തട്ട് കമ്പി ഉപയോഗിച്ച്, അതുപോലെ തന്നെ നെറ്റും ഉപയോഗിച്ചാണ് ഒരു തട്ടയാക്കിയിരിക്കുന്നത്. ഒരു സെറ്റ് തട്ട് മുഴുവൻ അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നത് റീപ്പ് ഉപയോഗിച്ചാണ്. പട്ടയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് സ്റ്റാൻഡ് ബിൽഡ് ചെയ്തു. ഇത് തട്ടൊരുക്കിയിരിക്കുന്ന കയർ ഉപയോഗിച്ചാണ്. പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് കുറച്ചുകൂടെ മുടക്ക് മുതൽ കുറവുണ്ട്. അപ്പൊ ഈ റൂമിൽ ചെയ്തിരിക്കുന്നതെല്ലാം ഈ രീതിയിലാണ്. അടുത്ത ഇത് നമ്മുടെ വിളവെടുപ്പ് റൂമില് ഉറിയായിട്ട് കെട്ടിരിക്കുന്നത്. ഉറികൾ നമ്മൾ കയറിൽ പല സ്ഥലത്തായിട്ട് ഉറികൾ പോലെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതിയിൽ ചെയ്യാം. ഫാമിൻ്റെ ഷെഡ് ഒരുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ചുറ്റുപാട് കെട്ടി അടച്ചൊരു ഫാം ഷെഡ് ആക്കാൻ 2 സൈഡിലായിട്ട് ഫാമിന് ആവശ്യമുള്ള റൂമുകൾ ഒരുക്കുക. നടുക്കൊരു പാസേജ് ഇടുക. ആ പാസേജിലേക്ക് നമ്മൾ ബെഡ് മേക്ക് ചെയ്യാനും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങൾ. ബെഡ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, പൊടി എടുക്കുന്നത് എങ്ങനെയാണ്, ഈ എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂണുകൾ ലഭിക്കും. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഒരു ബുദ്ധിമുട്ടില്ല നല്ല കളറിലുള്ള കൂണുകൾ ലഭിക്കും. അപ്പോൾ എല്ലാവരും കൂൺ കൃഷി ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.